കഴിയാമല്ലോ. ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി, അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി, അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. തല്ലുകൾ വാങ്ങിക്കാണില്ല, മേലും നൊന്തിട്ടില്ല. തല്ലുകൾ വാങ്ങിക്കാണില്ല, മേലും നൊന്തിട്ടില്ല. ഇന്ന് നിനക്ക് കിട്ടിടുമല്ലോ. ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി, അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. മനസ്സേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി. മനസ്സേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി. പഹയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു, പഹയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു. ചതിയായി പോകുന്നു, കള്ളക്കളിയായി മാറുന്നു. കൊല്ലച്ചതിയായി നീങ്ങുന്നു, അത് കലയായി മാറ്റുന്നു. രാജാവേ, നാണം കെട്ടൊരു രാജാവേ, കോട്ടും സൂട്ടും ചുണ്ടിൽ പാട്ടും മൂളി നിത്യം നീങ്ങുന്ന രാജാവേ, രാജാവേ. എന്താണിത്? അമ്മാവ, എന്റെ ഒരു കൂട്ടുകാരി കോളേജിൽ വെച്ചെടുത്തതാണ് ഈ ഫോട്ടോ. ആരെടുത്താലും ഇതൊരു ഫോട്ടോ പോലെയുണ്ട്. നല്ല ചേർച്ച. ഇവർ രണ്ടുപേരും ഒരു നാടകത്തിൽ നായിക നായകന്മാരെ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാം. അമ്മാവന്മാര് തുടങ്ങി വെച്ച നാടക കമ്പനി നാട്ടുകാരെറിഞ്ഞു പൊളിച്ചു. ഏതായാലും ഇത് ഭദ്രമായിട്ട് വെച്ചോ. പിന്നെ നിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ കുണ്ടറ അമ്മാവനും ഈ തച്ചോളി അമ്മാവനും എന്നും നിനക്ക് കൂട്ടുണ്ടാവും. പിന്നെ വലിയ ഇളയനെ ഇക്കാര്യം അറിയിക്കണ്ട, പിന്നീട് അറിയിക്കാം. വഴി കഴുകിയിട്ട് വാ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര കാലം നമ്മളിങ്ങനെ ആളുകളെ കളിപ്പിച്ച് ജീവിക്കും? ബോംബെയിലും മദ്രാസിലും മധുരയിലും ഒക്കെ നമ്മൾ കളിച്ച കളിയായിരിക്കില്ല ഇത്. ഇപ്പൊ തന്നെ പോലീസിന് നമ്മളെ കുറിച്ച് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുവൊന്നും വേണ്ട, ഉണ്ട്. ആ പോലീസ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അറിയാമായിരുന്നു അളിയന്റെ കളി. നീ പോടായിരുന്നു. നീ വിഷമിക്കാതെ കമലേ, കേരളത്തിൽ നമ്മൾ സേഫാണ്. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാനല്ലേ. സിന്ധുവിനെ വിവാഹം കഴിച്ച് അവളുടെ പണമെല്ലാം താൻ തട്ടിയെടുത്ത് അവളെ കൊന്നിട്ട് നിന്നെ കല്യാണം കഴിക്കാമെന്നായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്. എടാ, ഇപ്പൊ തന്നെ നിനക്ക് 86 കല്യാണമായി. 86 നീ കൊല്ലുകയും ചെയ്തു. 87 നീ തിരക്കി വന്നിരിക്കാം. എടാ, ഗിന്നസ് ബുക്കിൽ നിന്റെ പേര് വരേണ്ട സമയം കഴിച്ചോടാ മലമ്പാമ്പേ. ചിക്കൻ ചിക്കൻ ഗോഡ് വെരി ഹിറ്റ്. ഇത് പെട്രോൾ തീർന്നിട്ട് 5-6 വർഷമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്ക്, വഴിയുണ്ട്. വാ.
അമ്മാവ, എനിക്കൊരു വലിയ ചതിവ് പറ്റി. എന്താ കാര്യം? എനിക്കിവിടെ ഫാക്ടറിയുടെ പണി തുടങ്ങുന്നതിന് വേണ്ടി ബോംബെ ബ്രാഞ്ചിൽ നിന്ന് 5 ലക്ഷം രൂപ അങ്ങോട്ട് ഡ്രാഫ്റ്റ് അയക്കാൻ പറഞ്ഞിരുന്നു. അവിടെ എന്തോ അക്കൗണ്ട്സ് പ്രോബ്ലം. ഛേ, ഉദ്ദേശിച്ച സമയത്ത് ഒരു കാര്യവും നടക്കില്ല. തിരിച്ച് ബോംബെയിലേക്ക് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുക. വേണ്ട വേണ്ട, പണത്തിന്റെ കാര്യം ഓർമ്മിച്ച് നീ വിഷമിക്കണ്ട. നിനക്ക് തൽക്കാലം 5 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. ആ പണം ഞാൻ തരാം. ഡാഡി, ഞാൻ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും എടുത്ത് അമ്പലത്തിലൊന്ന് കയറി തൊഴുതിട്ട് വരാം. ശരി മോളെ. സിന്ധു, ആഗസ്റ്റ് 15 തീയതി അല്ലേ സിന്ധുവിന്റെ ജന്മദിനം? അല്ല, അത് ഭാരതമാതാവിന്റെ ജന്മദിനമാണ്. എന്റെ ജന്മദിനം 23-ാം തീയതിയാണ്. ഓ, 23. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനിയിപ്പോ ഞാൻ സിന്ധുവിന്റെ ഭർത്താവാകാൻ പോകുന്ന നിലയ്ക്ക് 23-നെ ഞാൻ ഇന്ന് ഓർക്കണമല്ലോ. അല്ലേ അല്ലേ അമ്മാവ? പിന്നെ ഞാൻ സിന്ധുവിന്റെ കൂടെ പോവാം. സിന്ധുവിന്റെ ഡ്രസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യാം. വേണമെന്നില്ല. വേണ്ടേ അമ്മാവ? വേണ്ട, അവൾ അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം അതാണ്. അമ്മാവ, സിന്ധു ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞാൻ കൂടെ പോയിട്ട് വരാം. അതെ അതെ, പോയിട്ട്. വേണ്ട, എന്റെ കൂടെ ശങ്കുവേട്ടനും രാജുവുണ്ട്. അതാണ് നല്ലത്. അവര് രണ്ടുപേരും നല്ല പിള്ളേരാണ്, കലാകാരന്മാരാണ്. നീ അവരോട് ധൈര്യമായിട്ട് പോയിട്ടു. മോനെ ഗോപി, നീ ഇവിടെ ധൈര്യമായിട്ടിരിക്കടാ. 5 ലക്ഷം രൂപയത്. ആ കിഴവൻ ഭൂതം പൊന്നുവാക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന പണമായത്. അയാളുടെ മോളെ കെട്ടാൻ പോകുന്നോണ്ടാ ഈ പണം ഇപ്പൊ അയാൾ എനിക്ക് തന്നത്. ഏതായാലും ഈ പണം അലമാരിയിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടാം. എന്നിട്ട് ഈ താക്കോല് ഭദ്രമായി ഞാൻ കയ്യിൽ വെച്ചേക്കാം. തങ്കപ്പ, വെറുതെ വെള്ളം കളയാടാ. ചെടിക്കൊഴിക്ക്. ചെടിക്കൊഴിക്കാൻ ഈറ്റിപ്പണ്ടാര്. ഹലോ, എന്റെ പാച്ചുപിള്ളേ. എടാ തച്ചോളി തങ്കപ്പ, ഞാൻ പഴയ നാടക സംവിധായകൻ പാച്ചുപിള്ളയല്ല. ഇപ്പോൾ മൈ നെയിം ഈസ് അല്ല ആശാനെ, നമ്മുടെ നാടക കമ്പനി പൊളിച്ചിട്ട് ആശ ഒരു മുങ്ങുന്നതാണല്ലോ. പിന്നെ ഇപ്പോഴാണല്ലോ പൊങ്ങുന്നത്. ഇതുവരെ എവിടെയായിരുന്നു? സിനിമ കോടമ്പാക്കം മദ്രാസ് 24. എന്നിട്ട് ആശാൻ പടം വല്ലോ സംവിധാനം ചെയ്ത് പപ്പടമാക്കിയോ? ഇല്ലടാ, ഒരു സ്ക്രിപ്റ്റ് എഴുതി 2-3 ആപ്പ ഊപ്പ പടമെടുത്തു എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ ചാക്കിലാക്കുകയും രണ്ടീച്ച പറ്റി. പ്രതിഫലം തരികയില്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാരം എന്ത് വേണേലും കഴിച്ചോളാൻ, എന്നോട് എത്ര വേണേലും കഴിച്ചോളാൻ, പക്ഷേ ചോദിക്കരുതെന്ന്, കാശ് ചോദിക്കരുതെന്ന്. ഓടാ കണ്ടാക്രസേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഒരൊറ്റ എന്താ ആശാൻ? ആരടാ ഇവൻ? അത് ഞങ്ങളുടെ അളിയന്റെ പെങ്ങടെ മകനാ, ഒരു ലിപ്യൻ. ഈ കഴിവ് വേറിട മോൻ ഫ്രോഡാണ്. എനിക്ക് സിനിമയിൽ ചാൻസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ 100 രൂപയും വാങ്ങി മദ്രാസിലെ ഒരു ബാർബർ ഷാപ്പിൽ എന്നെ പകുതി ചെരപ്പിക്കാൻ ഇരുത്തിയിട്ട് കടന്നു കളഞ്ഞവനാണ് ഈ നാറി. നീ വെറുതെ അതൊന്നും പറഞ്ഞ് ഞങ്ങളുടെ പൂച്ചിടരുത്. ഒന്ന് പോവാക്കി.